Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് വിത്ത് ഏബിൾ സംസാരിക്കാൻ പോകുന്നത് ലാസ്റ്റ് വീക്കിൽ നടന്ന കുറേയധികം ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും പുതിയ ലീക്സിനെ പറ്റിയാണ്. കഴിഞ്ഞ ഒരു ദിവസങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് നമ്മുടെ ആപ്പിൾ ന്യൂസ് നിങ്ങൾക്ക് ലഭിച്ചില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടിപൊളിയായിട്ട് പറയുകയാണെങ്കിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടി. അതിൽ ഏറ്റവും വലിയ വിറ്റ് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഇയർ കഴിഞ്ഞ കൊല്ലം ഇറക്കിയ വീഡിയോനാണ് നമുക്ക് ഇപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നത്. ടെലിഗ്രാമിൽ നിന്ന് എങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ എങ്ങനെ ഒരു MKV വീഡിയോസൊക്കെ നമുക്ക് കാണാമെന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തതിന് ഈ പറയുന്ന യൂട്യൂബ് എനിക്കൊരു കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് വന്നു. 14 ദിവസത്തെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കുറച്ചധികം പുതിയ അപ്ഡേഷൻസൊക്കെ വന്ന് കുറച്ച് തിരക്കുകളൊക്കെ പോയി ആ വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ കാണാം. അതോടൊപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ തുടങ്ങുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇടുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് കുറേയധികം അപ്ഡേഷൻസിൻ്റെ കാര്യമാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ടതാണ് iOS 16.4 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ആയതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ കുറച്ചധികം ആൾക്കാരൊക്കെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞായിരുന്നു ഈ ഒരു അപ്ഡേഷൻ 16.4 ചെയ്തിട്ട് ഒരു സുഹൃത്തിൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഫുള്ള് വൈറ്റായി പോയി. അതേപോലെ ഐക്കേറി കൊണ്ട് കാണിച്ചപ്പോൾ ഏകദേശം 30,000 രൂപ അടുത്ത് വരെ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ആൾ മാത്രമാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു അപ്ഡേറ്റും അല്ലെങ്കിൽ നല്ലൊരു ഫീഡ്ബാക്കൊക്കെയാണ് തരുന്നത്. ബാറ്ററി ഇഷ്യൂ ഒക്കെ അത്യാവശ്യം നന്നായിട്ട് മാറിയിട്ടുണ്ട് എന്ന് കുറച്ച് പേര് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ macOS, iPadOS, tvOS, watchOS അല്ലെങ്കിൽ എല്ലാ പുതിയ OSകളും ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ iOSൽ ഏകദേശം 28 പുതിയ അപ്ഡേഷൻസും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെയും ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണാത്തവർ എന്തായാലും ആ വീഡിയോ കാണുക. എല്ലാ OSൻ്റെ പുതിയ അപ്ഡേഷൻസും എക്സ്പ്ലോർ ചെയ്യുക. പിന്നീട് അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് iOS 16.5ൻ്റെ ഡെവലപ്പർ ബേറ്റയും പബ്ലിക് ബേറ്റയും ഇപ്പോൾ റിലീസായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ബേറ്റ ടെസ്റ്റ് റണ്ണേഴ്സും ആ ഒരു അപ്ഡേഷൻ ചെയ്യുക. കുറച്ചധികം മാറ്റങ്ങൾ ആ ഒരു അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. ആ ഒരു അപ്ഡേഷൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ എല്ലാ അപ്ഡേഷൻസും മാക്സിമം നമ്മുടെ ആ ഒരു ചാനലിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും കൂടെ ആയിട്ട് കാണാൻ വേണ്ടി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം ആ ഒരു അപ്ഡേഷൻസ് കാര്യങ്ങളും നമ്മുടെ ചാനലിൽ അറിയാൻ പറ്റുന്നതാണ്. അടുത്ത വരുന്ന ന്യൂസും OS റിലേറ്റഡ് ആണ്. അതായത് എല്ലാ ഐഫോൺ യൂസേഴ്സ് പോട്ടെ എല്ലാ ആപ്പിൾ യൂസേഴ്സും കാത്തിരിക്കുന്ന ഒരു ഇവൻ്റാണ് WWDC എന്ന് പറയുന്നത്. അതായത് വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് 2023 ആ ഒരു ഡെവലപ്പർ കോൺഫറൻസിൻ്റെ തീയതി ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ ജൂൺ 5 മുതൽ 9 വരെ ആയിരിക്കും ഈ പറഞ്ഞ WWDC 2023 നമുക്ക് കാണാൻ പോകുന്നത്. ഈ ഒരു ഇവൻ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOSൻ്റെയും watchOSൻ്റെയും macOSൻ്റെയൊക്കെ ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ഒരു പുതിയ എറയാണ് ഈ പറയുന്ന ജൂണിൽ നമുക്ക് ആപ്പിൾ കാണിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഒഫീഷ്യലി എന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ സെപ്റ്റംബറിൽ iPhone 15 അതേപോലെ സെപ്റ്റംബറിൽ ഒരു മെയിൻ ഇവൻറ്റിലായിരിക്കും ഈ പറഞ്ഞ OS പബ്ലിക്ലി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ജൂണിൽ ഇത് കാണിക്കും. അത് കഴിഞ്ഞിട്ട് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലൊക്കെ ഈ പറഞ്ഞ ബീറ്റ ടെസ്റ്റ് റണ്ണേഴ്സിന് ഈ ഒരു OS ഒക്കെ റൺ ചെയ്യാൻ കൊടുക്കും. അതിനുശേഷം സെപ്റ്റംബറിൽ ഒഫീഷ്യലി എല്ലാവർക്കുമായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യും. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ US കൂട്ടുകാർക്ക് വേണ്ടിയാണ്. കാരണം ഇപ്പോൾ അത് US മാത്രമാണ് റോൾ ഔട്ട് ചെയ്യുന്നത്. ആപ്പിളിൻ്റെ കീനോട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ആപ്പിളിൻ്റെ സ്വന്തം പേ ലേറ്റർ എന്ന ഓപ്ഷൻ വരികയാണെങ്കിൽ ആപ്പിൾ പേ യൂസേഴ്സിന് നല്ല രീതിക്ക് അതൊരു ബെനഫിഷ്യലായിട്ട് മാറുമെന്ന്. അത് ആപ്പിൾ ഇപ്പോൾ USA ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. ആപ്പിൾ യൂസേഴ്സിന് ആപ്പിൾ പേ ലേറ്റർ മുഖാന്തരം തന്നെ ഏകദേശം $50 മുതൽ $1000 വരെ
നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ 0% പോലും ഇൻട്രസ്റ്റ് ഇല്ലാതെ അടക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ പറഞ്ഞ ആപ്പിളിൻ്റെ പേ ലേറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഈ ഒരു ഓപ്ഷൻ എടുക്കുന്നതുകൊണ്ട് തന്നെ ആപ്പിൾ പേ സപ്പോർട്ട് ചെയ്യുന്ന ഏത് സ്റ്റോറിൽ പോയാലും നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ പേ ലേറ്റർ യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഐഫോണിൽ ആപ്പിൾ മ്യൂസിക് എന്ന ഓപ്ഷൻ ഉണ്ട്. ആപ്പിൾ മ്യൂസിക് കുറേയധികം യൂസേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിലൊരു ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ ഫോക്കസ് ചെയ്യുന്നൊരു ചെറിയ ഭാഗം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കുറേയധികം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറേയധികം എന്താ പറയുക മാസ്റ്റർ പീസായ ക്ലാസിക്കൽ മ്യൂസിക്സാണ്. ഈ ക്ലാസിക്കൽ മ്യൂസിക്സിന് വേണ്ടി മാത്രമായിട്ട് ആപ്പിൾ മ്യൂസിക് ക്ലാസിക് എന്ന് പറഞ്ഞ പേരിൽ ആപ്പിൾ ഒരു ആപ്ലിക്കേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പ് സ്റ്റോറിലൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഒരേ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ മതി. അതാണ് ആപ്പിൾ മ്യൂസിക്കിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ. ഈ ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ നമുക്ക് ഫാമിലി, ഇൻഡിവിജ്വൽ, അതേപോലെ തന്നെ സ്റ്റുഡൻറ്റ്, ഈ പറഞ്ഞ 3 സബ്സ്ക്രിപ്ഷൻ പ്ലാനിലും നമുക്ക് ഈ ഒരു ക്ലാസിക്കൽ മ്യൂസിക്കും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. എക്സെപ്റ്റ് നമ്മൾ ഈ പറഞ്ഞ ആപ്പിൾ മ്യൂസിക് പ്ലാനിൽ വോയിസ് എന്ന് പറയുന്ന ഒരു പ്ലാൻ ഉണ്ട്. ഈ ഒരു പ്ലാൻ എടുത്ത കൂട്ടുകാർക്ക് മാത്രമാണ് ആപ്പിൾ മ്യൂസിക് ക്ലാസിക്കിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ക്ലാസിക്കൽ മ്യൂസിക്സും അതേപോലെ ഇഷ്ടംപോലെ ഹാൻഡ് പിക്ഡ് ആയ സെലിബ്രിറ്റി ആൽബംസും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്തില്ലെങ്കിൽ എന്തായാലും ആ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക. അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. നമ്മുടെ അടുത്ത വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലും ആപ്പിൾ യൂസേഴ്സിന് സന്തോഷം പറയുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം iPhone 15 ആപ്പിൾ ഐഫോണിലേക്ക് ഒരു സി ടൈപ്പാണ് കൊണ്ടുവരാൻ പോകുന്നത്. പക്ഷേ ആപ്പിളിലെ സി ടൈപ്പ് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഐഫോണിലേക്ക് സി ടൈപ്പ് കൊണ്ടുവരുമ്പോൾ ബാക്കി നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ സ്വന്തം എയർപോഡ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കൊല്ലം തീരുന്നതിനെക്കാട്ട് മുമ്പ് എനിക്ക് തോന്നുന്നത് മിക്കവാറും ഈ പറഞ്ഞ സെപ്റ്റംബർ ഇവൻറ്റിൽ തന്നെ അല്ലെങ്കിൽ സെപ്റ്റംബർ ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം തന്നെ ആപ്പിളിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ പ്രോ അതായത് എയർപോഡ്സ് പ്രോ 2nd ജനറേഷൻ സി ടൈപ്പ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മീൻസ് ഈ പറഞ്ഞ ആപ്പിൾ നേരത്തെ ഉണ്ടായ കേസുകളൊക്കെ മാറ്റി ഇനി റിലീസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇനി പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പോകുന്ന എല്ലാ പുതിയ ആപ്പിളിൻ്റെ എയർപോഡ്സും സി ടൈപ്പിലേക്ക് ജമ്പ് ചെയ്യാൻ പോവാണ്. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ iPhone 15 കാര്യം പറയുമ്പോൾ 15 പ്രോയിൽ പെരിസ്കോപ്പ് ലെൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ ഒരു പെരിസ്കോപ്പ് ലെൻസിന് ആപ്പിളിന് നഷ്ടമല്ലെങ്കിൽ ആപ്പിളിന് കൊടുക്കേണ്ട കാശ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആ ഒരു കാശ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ്സസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ടകത്ത് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. തെറ്റായാലും ശരിയായാലും എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറയട്ടെ എത്ര രൂപയാണ്? $4 ആപ്പിളിന് ഈ പറഞ്ഞ ഐഫോണിൽ പെരിസ്കോപ്പ് ലെൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ പെരിസ്കോപ്പ് ലെൻസിന് വരുന്ന ചിലവെന്ന് പറയുന്നത് ആകെ $4. അപ്പോൾ ഇനി അടുത്ത ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ iPhone 15 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു, പെരിസ്കോപ്പ് ലെൻസിൻ്റെ. അടുത്തതും 15 തന്നെ വരുന്ന ഒരു മാറ്റമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് 15 റിലീസാകുമ്പോൾ ആപ്പിളിൻ്റെ ഇപ്പോഴുള്ള ലൈനപ്പിൽ നിന്ന് ഒരു തൊട്ട് ലൈനപ്പ് അല്ലെങ്കിൽ തൊട്ട് പൊക്കത്ത് ഒരു ലൈനപ്പും കൂടെ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു മോഡലിൽ ആപ്പിൾ വാച്ച് അൾട്രയിലേക്കുള്ള പോലെ ഒരു ആക്ഷൻ ബട്ടൺ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാകും എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് 2 സീരീസിലാണ് ഐഫോൺ കാണുന്നത്. ഒന്ന് നോൺ പ്രോയും 2 പ്രോ സീരീസുമാണ്. ഇനി അതിൻ്റെ തൊട്ട് പൊക്കത്തായിട്ട് അതായത് ഏറ്റവും അടിപൊളിയായിട്ട് പ്രീമിയമായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ഒരു സെഗ്മെൻ്റ് ആയിരിക്കും iPhone അൾട്ര എന്ന് പറയുന്നത്. ഇത് iPhone അൾട്രയിൽ എനിക്കും അറിയില്ല, ഇത് കുറേ ലീക്സും റൂമേഴ്സും പേര് വരുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഓപ്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാറ്റഗറി വരികയാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിൽ മിക്കവരും വരുന്ന ഐഫോണിൻ്റെ പേരായിരിക്കും iPhone അൾട്ര വിത്ത് ആക്ഷൻ മോഡ്. ഈ ഒരു ആക്ഷൻ മോഡ് നമ്മുടെ ആ ഒരു ആപ്പിൾ വാച്ചിലൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ ആയിരിക്കും ഈ പറയുന്ന ഐഫോണിലും നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്ത വരുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേയധികം ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ കുറേ പേര് പറയുന്നുണ്ട് വാട്സാപ്പിൽ സ്റ്റാറ്റസ് കാണുമ്പോൾ ഈ ഒരു സ്റ്റാറ്റസിൽ പാട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റാറ്റസിലേക്ക് പോകുമ്പോൾ നേരത്തെ കണ്ട ആ ഒരു സ്റ്റാറ്റസിലുള്ള സെയിം സോങ് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് സ്റ്റാറ്റസ് മാറി വേറൊരു പാട്ട് വരുമ്പോൾ മാത്രമാണ് നേരത്തെ കേട്ട പാട്ട് നിൽക്കുന്നത്. എൻ്റെ അറിവിൽ ഞാൻ ഇത്രയും നേരവും എൻ്റെ കൂട്ടുകാരോട് സംസാരിച്ചപ്പോഴും അതുപോലെ വേറെ ഫോണൊക്കെ യൂസ് ചെയ്തപ്പോഴും ഇത് iOSൻ്റെ ബഗ്ഗായിട്ട് ഫീൽ ചെയ്യുന്നില്ല. കാരണം iOSൻ്റെ ബഗ്ഗാണെങ്കിൽ iOSൻ്റെ ഈ പറഞ്ഞ 16.3.1 ഇത് പ്രശ്നം പറഞ്ഞായിരുന്നു. 16.4 ആപ്പിൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തായാലും മാറ്റിനെ. പക്ഷേ
iOS 16.3.1 യൂസ് ചെയ്യുന്ന ഈ കൂട്ടുകാർക്ക് പോലും വാട്സാപ്പിന് ഈ ഒരു ബഗ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും ഇത് വാട്സാപ്പിന് തന്നെ ബഗ്ഗായിരിക്കും. വാട്സാപ്പിൽ കുറേ പേർക്ക് ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതേപോലെ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസ് നമുക്ക് ഫെയിൽഡായി പോകുന്നുണ്ട് വാട്സാപ്പിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു വാട്സാപ്പിൻ്റെ ബഗ്ഗായിരിക്കും. വാട്സാപ്പിന് മിക്കവാറും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും റിസോൾവ് ആവുന്നതായിരിക്കും. അടുത്തൊരു ഫൈനൽ ന്യൂസ് എന്ന് പറഞ്ഞാൽ എല്ലാ യൂസേഴ്സും നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യാറുണ്ട്. മോസ്റ്റ്ലി നമുക്ക് കുറേ അധികം അടിപൊളി സീരീസ് കാണണമെങ്കിൽ നെറ്റ്ഫ്ലിക്സ് നമ്മൾ യൂസ് ചെയ്യും. പക്ഷേ ഈ ഒരു നെറ്റ്ഫ്ലിക്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാറ്റഗറി അതിലുണ്ട്. നെറ്റ്ഫ്ലിക്സിൽ ഗെയിംസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഗെയിംസ് നമ്മുടെ ടി വിയിലേക്കും വരാൻ പോകും. നമ്മുടെ ഐഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫോണിലൊക്കെ നമുക്ക് ഗെയിംസ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ ടി വിയിലേക്ക് വരാൻ പോവുക. അപ്പോൾ ടി വിയിൽ നമ്മൾ എന്ത് വെച്ച് കളിക്കും? ജോയ്സ്റ്റിക്ക് ഇല്ലെങ്കിൽ എന്ത് വെച്ച് കളിക്കും? നമ്മുടെ ഐഫോണാണ് ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് ടി വി ഓപ്ഷനിൽ ഒരു കൺട്രോളറായിട്ട് മാറാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഐഫോൺ യൂസേഴ്സ് എല്ലാം ആ ഒരു ഗെയിം കളിക്കുകയാണെങ്കിൽ, അത്യാവശ്യം നല്ല രീതിക്ക് വലിയ സ്ക്രീനിലൊക്കെ കളിക്കുകയാണെങ്കിൽ ആ ഒരു ഇമ്പാക്റ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന ഫ്രോസ ഹൊറിസോൺ പോലത്തെ ഗെയിംസ് ഒന്നും ആയിരിക്കില്ല, കുറച്ച് മിനി ഗെയിംസൊക്കെ നമുക്ക് ഈ പറഞ്ഞ നെറ്റ്ഫ്ലിക്സിൽ കിട്ടും. അത് കളിക്കാനും നമുക്ക് ഇനി മുതൽ ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി മെയിനായിട്ട് ഒരു കാര്യം പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ iOS 16.4 വീഡിയോ റിലീസായപ്പോൾ കുറച്ച് പേര് അതിൻ്റെ താഴത്ത് പറഞ്ഞു, ഇന്ന ഈ ഒരു ചാനലിലെ കോപ്പിയല്ലേ, ഇന്ന ഈ ചാനലിൽ ചെയ്യുന്ന പോലെ തന്നെയല്ലേ നിങ്ങളും ചെയ്യുന്നതെന്ന് ചോദിച്ചു. ടു ബി ഓണസ്റ്റ്, നമ്മുടെ ഈ പറഞ്ഞ ടെക്നോളജി ബേസ് അല്ലെങ്കിൽ ടെക് ചാനലിൽ ആരാണ് നമുക്കൊരു പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഒരു ഫ്രം ദ സ്ക്രാച്ച് ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്, അപ്ഡേഷനൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ഡേഷനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന യൂട്യൂബ് ചാനലുകാർ? ഇപ്പം ഞാൻ മലയാളത്തിലാണെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ആൾക്കാരും സെയിം കോണ്ടന്റ് തന്നെ ആയിരിക്കില്ലേ പറയുന്നത്? അല്ല, ഇനി അവർ അങ്ങ് പറഞ്ഞു അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ പറയുമ്പോൾ എനിക്ക് 2 അപ്ഡേഷൻസ് ഞാൻ ഉണ്ടാക്കി പറയാമെന്ന് എനിക്ക് പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഞാൻ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കോപ്പി അടിക്കണോ അല്ലെങ്കിൽ അതേപോലെ ചെയ്യുന്നു എന്ന് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആപ്പിളായി 28 അപ്ഡേഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷിലും അതേപോലെ മലയാളത്തിലും സംസാരിക്കുമ്പോൾ അപ്ഡേഷൻസിൻ്റെ എണ്ണം കൂടുന്നില്ല. ഞാൻ പറയുന്നതും അയാൾ പറയുന്നതും സെയിം OS, ഒരേ കമ്പനി ഇറക്കുന്ന ഒരു OSനെ പറ്റിയാണ് പറയുന്നത്. പിന്നെ എവിടെ മാറുന്നു ചോദിച്ചാൽ നമ്മുടെ പ്രസൻറ്റേഷൻ മാറും, അതേപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മാത്രമാണ് നമുക്കൊരു മാറ്റം ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റും. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ Instagram too. And thank you so much for watching this whole video. This is Abin, Xavier signing off.